Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU BTechലെ ഗ്രൂപ്പ് എ S2 മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 4 ആണ്. ടോപ്പിക് മെട്രിസസ് ഫോർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. ആ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇത്. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുക. T from R⁻n to R⁻m. അതിലെ സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് ആണ് EI എന്ന് പറയുന്നത്. R⁻nലെ സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് ആണ് EI. സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് എങ്ങനെയാണ് വരിക? ഇപ്പോൾ R⁻3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് എങ്ങനെയാണ്? 1 0 0 0 1 0 0 0 1. R⁻2 ആണെങ്കിൽ 1 0 0 1. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to A11, A21, AM1 etc. AM1 ആണെന്ന് കൺസിഡർ ചെയ്യാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് E2, അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ് ഒരു സെറ്റിൽ E1, E2 എക്സെട്ര അപ് ടു En വരെ ഉണ്ട്. അതിലെ ഓരോ ബേസിസിനും ഓരോ വെക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നടക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഈ കോളം വെക്ടറായിട്ട് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു M/n മെട്രിക്സ് ഫോം ചെയ്യാം. അതിൽ ആ n കോളംസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ഈ T ഓഫ് EI ആയിരിക്കും. സിംപ്ലി പറയുകയാണെങ്കിൽ ഈ മെട്രിക്സ് എ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ ബേസിസ് വെക്ടേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന കോളം വെക്ടേഴ്സ് ഇല്ലേ, ഈ കോളം വെക്ടേഴ്സിന് അതേപോലെ ഓരോ കോളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് E1നെ ഫസ്റ്റ് കോളായിട്ട് എഴുതി, E2 എന്ന് പറയുന്ന വെക്ടറിനെ സെക്കൻഡ് കോളായിട്ട് എഴുതി, അങ്ങനെ എക്സെട്ര nth വെക്ടറിനെ നമ്മൾ nth കോളായിട്ടും എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? എ എന്ന് പറയുന്ന മെട്രിക്സ്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ പേരാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദിസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എ ഇൻറ്റു വി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബേസിസ് വെക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തി കിട്ടുന്ന കോളം വെക്ടേഴ്സിനെ അതേ കോളായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ മെട്രിക്സ്. ഓരോ എത്ര ബേസിസ് വെക്ടേഴ്സ് ഉണ്ടോ അത്രയും ബേസിസ് വെക്ടേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടും. ഇത് നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നാൽ അത് നോക്കി തന്നെ ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, find the standard matrix for the linear transformation T from R³ to R² defined by transformation of x, y, z equal to x minus 2y, 2x plus y. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. R³ to R² ആണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് x, y, z എന്ന് പറഞ്ഞാൽ x minus 2y, 2x plus y ആണ്. ഓക്കെ, R⁻3 നിന്ന് R²ലേക്കാണ് ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ടാണ് R⁻3 ആയ കാരണം ഇവിടെ 3 എലമെൻ്റ് ഉണ്ട്, ഇവിടെ 2 എലമെൻറ്റേ ഉള്ളൂ. R² ആയ കാരണം ഇവിടെ 2 എലമെൻറ്റേ ഉള്ളൂ. ഇതിനെ നമുക്ക് വെക്ടർ നൊട്ടേഷൻ വഴി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് ഏതൊക്കെയാണ്? R⁻3യിലെ 1 0 0 0 1 0 0 0 1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ട്രാൻസ്ഫോർമേഷനാണ് എഴുതുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 0 0 ആകുമ്പോൾ എന്ത് വരും? x1 ആണ്, y0 z0. ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് വൈ സെഡിൽ എക്സിന് 1, വൈക്ക് 0, സെഡിന് 0 കൊടുത്ത് എന്ത് വരും? 1 minus 2y, ദാറ്റ് ഈസ് 1 minus 0 1. അതാണ് ആദ്യത്തെ എലമെൻറ്റ് 1 ആയി. സെക്കൻഡ് എലമെൻറ്റ് എന്താ? 2 into 1 plus 0 2, ദാറ്റ് ഈസ് 2 വന്നു. ദെൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് E2 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെക്കൻഡ് ബേസ് എന്താ? ബേസിസിലെ വെക്ടർ എന്താ? 0 1 0 അല്ലേ സ്റ്റാൻഡേർഡ് ബേസിസിലെ. അപ്പോൾ എന്ത് വരും? x0 y1 z0. ഈ എക്സ്പ്രഷനിൽ എക്സിന് 0യ്ക്കും വൈക്ക് 1ഉം സെഡിന് 0യും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -2, 1 കിട്ടും. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് E3 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് E3 തേർഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ 0 0 1 ആണ്. അപ്പോൾ എക്സിന് 0, വൈക്ക് 0, സെഡിന് 1 കൊടുത്ത സെഡ് എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഇതിൽ വരുന്നില്ല അല്ലേ. അപ്പോൾ 0 0 വരും. ഇതേ സംഭവം നമ്മൾ മെട്രിക്സ് നൊട്ടേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ട്രാൻസ്ഫോർമേഷൻ ഓഫ് E1 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 0 0 കറസ്പോണ്ടിംഗ്ലി മെട്രിക്സ് 1 2, കോളം മെട്രിക്സ് 1 2. ട്രാൻസ്ഫോർമേഷൻ ഓഫ് E2 ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0 1 0 കോളം മെട്രിക്സ് -2 1. ട്രാൻസ്ഫോർമേഷൻ ഓഫ് E3 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0 0 1 ഈക്വൽ ടു കോളം മെട്രിക്സ് 0 0. ഇനി ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെ എഴുതും? ഈ കോളം മെട്രിക്സിനെ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. Transformation of E1, transformation of E2, transformation of E3, that is 1 2 -2 1 0 0. ഇതാണ് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ്. ഓക്കെ,
ഇത് ഈ ഇക്വേഷനിൽ നിന്ന്, അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തതിൽ നിന്ന് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. നോക്കൂ, എക്സ് മൈനസ് 2y അല്ല ആദ്യത്തേത്. അപ്പോൾ അത് ആദ്യത്തെ റോയിൽ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2, പിന്നെ സെഡും കൂടി ഉള്ള കാരണം സെഡിന് അവിടെ 0 കൊടുത്തു. സെക്കൻഡ് എലിമെൻറ്റ് 2x പ്ലസ് വൈ. അപ്പോൾ കോയിഫിഷ്യൻസ് കൺസിഡർ ചെയ്താൽ മതി. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2, വൈയുടെ കോയിഫിഷ്യൻറ്റ് 1, സെഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 0. അപ്പോൾ 2 1 0, 2 1 0 ആണ് ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല, ഡയറക്റ്റ് ഇത് ഈ ട്രാൻസ്ഫോർമേഷൻ കിട്ടി ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് നോക്കി ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ t of x, y, z equal to x plus y, x minus y, z minus x. ഇത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 0 0 എടുത്തിട്ട് 1ന് അങ്ങനെ എഴുതാം. 0 1 0 എക്സിനും വൈക്കും സെഡിനും ഈ 0 1 0 കൊടുക്കുക, 0 0 1 കൊടുക്കുക, അങ്ങനെ കറസ്പോണ്ടിങ് കിട്ടും. അതല്ലാതെ നമുക്ക് നോക്കി എഴുതാം എങ്ങനെ ക്വസ്റ്റ്യനിൽ നിന്ന്. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും വൈൻ്റെ കോയിഫിഷ്യൻറ്റും 1, സെഡ് 0, അപ്പോൾ 1 1 0. ഇനി അടുത്തത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1, വൈയുടെ കോയിഫിഷ്യൻറ്റ് -1, സെഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 0, 1 - 1 0, 1 - 1 0. സെഡ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് -1, വൈ 0, സെഡ് 1, -1 0 1. ഇത് തന്നെയല്ലേ ഇതിൽ നിന്നും കിട്ടിയത്. രണ്ടും കറക്റ്റ് സെയിം ആണല്ലേ. ഇങ്ങനെ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈസി, വേറെ സ്റ്റെപ്പ് ഒന്നും വേണ്ട, ഡയറക്റ്റായിട്ട് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ചെയ്താൽ. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് വൈ സെഡ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? 3x - 2z, 2y - z ആണ്. അപ്പോൾ 3x - 2z ആകുമ്പോൾ എക്സിന് കോയിഫിഷ്യൻ്റ് ഉണ്ട്, സെഡിനുണ്ട്, വൈക്ക് 0, അപ്പോൾ 3 0 -2 വരും. 2y - z, എക്സിന് കോയിഫിഷ്യൻ്റ് 0, y 2, സെഡിൻ്റെ -1, 0 2 -1. ഇതാണ് കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദ ഗിവൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇനി അടുത്തത് കോമ്പോസിഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. കോമ്പോസിഷൻ നമ്മൾ ഫങ്ഷൻസ് പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്. ജി കോമ്പോസിഷൻ, എഫ് കോമ്പോസിഷൻ, ജി ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമുക്ക് രണ്ട് ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യാം, T1 ഉം T2. T1 എവിടെ നിന്ന് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യണേ? R⁻n നിന്ന് R⁻m T2 R⁻m നിന്ന് R⁻p. ഓക്കെ, അതെല്ലാം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് T1 ട്രാൻസ്ഫോർമേഷൻ്റെതാണ് A1, T2 ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് A2. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ ട്രീ ഫ്രം R⁻n to R⁻p അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് V ഈക്വൽ ടു T2 ഓഫ് T1 ഓഫ് V. ഇറ്റ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പോസിഷൻ നടത്തിയ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എ എന്ന് പറയുന്നത് A2 A1 ആയിരിക്കും. T2 ഓഫ് T1 ഓഫ് V ആണെങ്കിൽ A2 A1. ഇനി T1 കോമ്പോസിഷൻ T2 ആണെങ്കിൽ അത് A1 A2 ആവും. ഇത് T2 കോമ്പോസിഷൻ T1 ആയ കാരണമാണ് A2 A1. ആദ്യത്തേത് T2 ആയപ്പോൾ A2 വന്നു, ദെൻ A1. ഇതാണ് അതിൻ്റെ ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. നമ്മൾ വെക്ടർ സ്പേസ് V, പിന്നെ R⁻m ഒരു വെക്ടർ സ്പേസ് വന്നു. അതിൽ നിന്ന് ഇങ്ങോട്ട് മാപ്പിംഗ് ആണ് T1. ഓക്കെ, ഇതിൽ നിന്ന് അതേ ഇതിൽ വേറെ മാപ്പിംഗ് കൊടുത്തു. ദെൻ T എന്ന് പറയുന്നത് R⁻n നിന്ന് R⁻p. അപ്പോൾ ഈ മാപ്പിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഓക്കെ, ഞാൻ അതിൻ്റെ രണ്ട് പ്രോബ്ലം ചെയ്താൽ ഒന്നുകൂടി ക്ലിയർ ആവും. Let T1 and T2 be linear transformation from R⁻3 into R⁻3 such that T1 of x, y, z equal to 2x plus y, 0, x plus z, and T2 x, y, z equal to x minus y, z, y. Find the standard matrices for the composition T equal to T2 composition T1 and T dash equal to T1 composition T2. അപ്പോൾ നമുക്ക് കോമ്പോസിഷൻ മെട്രിക്സ് ആണ്, സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T1 എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് T1 ഓഫ് x, y, z ഈക്വൽ ടു 2x plus y, 0, x plus z ആണ്. T2 ഓഫ് x, y, z ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x minus y, z minus y, z, y ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? സ്റ്റാൻഡേർഡ് മെട്രിക്സസ് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം നമുക്ക് T1ൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എടുത്തെഴുതാം. അതെങ്ങനെ വരും? കോയിഫിഷ്യൻസ് എടുത്ത് എഴുതിയാൽ മതി അല്ലേ. 2x plus yയുടെ കോയിഫിഷ്യൻസ് ആയിരിക്കും ഫസ്റ്റ് റോ, സെക്കൻഡ് എലമെൻറ്റ് കോയിഫിഷ്യൻസ് ആയിരിക്കും സെക്കൻഡ് റോ, തേർഡ് എലമെൻറ്റ് കോയിഫിഷ്യൻസ് ആയിരിക്കും തേർഡ് റോയിൽ വരിക. അപ്പോൾ 2x plus yയുടെ കോയിഫിഷ്യൻസ് 2 1 0, സെക്കൻഡ് എലമെൻറ്റ് 0 ആണ്, അപ്പോൾ എല്ലാ എലമെൻറ്റും 0 വന്നു. തേർഡ് എലമെൻറ്റ് എക്സും സെഡും കോയിഫിഷ്യൻ്റ് ഉണ്ട്, വൈക്കില്ല, അപ്പോൾ 1 0 1, അതാണ് A1. ഈ ട്രാൻസ്ഫോർമേഷനിൽ കറസ്പോണ്ടിങ് A2 നമുക്ക് 1 - 1 0, 0 0 1, 0 1 0 എന്ന് അങ്ങനെ കിട്ടും.
അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസ്ഫോർമേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമ്പോസിഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ്. T2 കോമ്പോസിഷൻ T1 ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെയാണ്? T2 കോമ്പോസിഷൻ T1 ആണെങ്കിൽ A2 A1. A2 ആദ്യം എഴുതുക, then A1, then മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടും. ദാറ്റ് ഈസ് 2 1 0 1 0 1 0 0 0. ഇനി സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ T ഡാഷ് ഈക്വൽ ടു T1 കോമ്പോസിഷൻ T2 എന്ന് വയ്ക്കുക. T1 കോമ്പോസിഷൻ T2 എന്ന് പറഞ്ഞാൽ A ഡാഷ് എന്ന് പറയുന്നത് A1 A2 ആയിരിക്കും. അപ്പോൾ ആദ്യം A1 കൊണ്ട് I1 എന്ന് പറഞ്ഞ മെട്രിക്സ് ചെയ്താൽ പിന്നെ A2 ചെയ്താൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ മെട്രിക്സ് 2 - 2 1 0 0 0 1 0 0 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഇൻവേഴ്സ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ നമുക്ക് രണ്ട് ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുക. R⁻n നിന്ന് R⁻n T1, അതുപോലെ T2ഉം R⁻n നിന്ന് R⁻n ആണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ? T2 ഓഫ് T1 ഓഫ് V ഈക്വൽ ടു V ആണ്, അതുപോലെ T1 ഓഫ് T2 ഓഫ് V ഈക്വൽ ടു V ആണെന്ന് വയ്ക്കുക. അതായത് നമ്മൾ ലീനിയർ കോമ്പോസിഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞ പോലെ തന്നെ T1 ഓഫ് V ആദ്യം കണ്ടു, അതിനെ ഒരു കൂടി ട്രാൻസ്ഫോർമേഷൻ എടുത്തപ്പോൾ V കിട്ടി. സിമിലർലി T2 ഓഫ് V കണ്ടിട്ട് അതിൻ്റെ T1 ഓഫ് എടുത്തപ്പോൾ അതും V തന്നെ കിട്ടി, സെയിം എക്സ്ട്രാ തന്നെ കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ T2 എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് T1 ആണ്. T1 നമുക്ക് സെറ്റ് ടു ബി ഇൻവേർട്ടിബിൾ എന്ന് പറയാം. അതിൽ പ്രോബ്ലം വെച്ച് പറയുകയാണെങ്കിൽ if T from R⁻³ to R⁻³ such that T of 1 4 - 5 equal to 2 3 1 and if T inverse exists then T inverse of 2 3 1 equal to എന്താണ് 1 4 - 5 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. നമ്മൾ പറയുന്നുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് T ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ T ഇൻവേഴ്സ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഈ 1 4 - 5 ആയിരിക്കും. ഓക്കെ, ഇനി T എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് വിത്ത് സ്റ്റാൻഡേർഡ് മെട്രിക്സ് A ആണെങ്കിൽ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ T ഇൻവേഴ്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സ് ആയിരിക്കും. അതായത് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. ടിയുടെ മെട്രിക്സ് A ആണെങ്കിൽ T ഇൻവേഴ്സിൻ്റെ മെട്രിക്സ് A ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. T of x, y equal to x plus y, 3x plus 3y. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എടുത്ത് എഴുതാൻ അറിയാലോ, 1 1 3 3. അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോക്കിയപ്പോൾ അത് 0 ആണ്. ആക്ച്വലി A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താ? അഡ്ജോയിൻറ്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A അല്ലേ? ഡിറ്റർമിനൻ്റ് A 0 ആണെങ്കിൽ A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ T എന്ന് പറയുന്നത് നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് x1 x2 x3 ഈക്വൽ ടു x1, x1 പ്ലസ് x2, x1 പ്ലസ് x2 പ്ലസ് x3. അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ T എന്ന് പറയുന്നത് എന്താണ്? A ഈക്വൽ ടു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ദിസ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ 1 ഇതിൽ നിന്ന് കിട്ടും അല്ലേ? ഫസ്റ്റത്തെ എലമെൻറ്റ് x1 ആണ്, ബാക്കി എലമെൻറ്റ് ഒന്നുമില്ല, x2 x3 ഒന്നുമില്ല. അപ്പോൾ 1 0 0 ദെൻ 1 1 0 ദെൻ 1 1 1 എന്ന് എഴുതാം. ഇനി ഡിറ്റർമിനൻറ്റ് A കണ്ടു, അതെന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ A ഇൻവേർട്ടിബിൾ ആണ്. ഇനി നമുക്ക് എന്ത് വേണം? A ഇൻവേഴ്സ് കാണണം. A ഇൻവേഴ്സ് കാണാൻ നമുക്ക് എന്താ? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയിട്ട് ഇതിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് റൈറ്റ് സൈഡിൽ ഓഗ്മെൻറ്റഡ് ആയിട്ട് എഴുതി കഴിഞ്ഞിട്ട് ചെയ്യാലോ. ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ A ഓഗ്മെൻറ്റഡ് മെട്രിക്സ് A എടുത്തു എഴുതി, അതിന് കറസ്പോണ്ടിങ് 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യില്ലേ? ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 1 ആക്കി മാറ്റി. ഡയഗണൽ എലിമെൻറ്റ്സ് 1 ആക്കി മാറ്റുമ്പോൾ കറസ്പോണ്ടിങ് ചേഞ്ചസ് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സിൽ വരും. അങ്ങനെ ലാസ്റ്റ് ഇത് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുമ്പോൾ കറസ്പോണ്ടിങ്ങിൽ ഐഡൻറ്റിറ്റി മെട്രിക്സിൽ വരുന്ന ചേഞ്ചസ് എന്താണോ അതായിരിക്കും A ഇൻവേഴ്സ്. അപ്പോൾ അങ്ങനെ R1നെ നമ്മൾ R2 - R1 കൊടുത്തു, R3നെ R3 - R2 എന്ന് കൊടുത്തു. അപ്പോൾ കറസ്പോണ്ടിങ് കിട്ടിയ ഈ മെട്രിക്സ് ആണ് A ഇൻവേഴ്സ്. 1 0 0 -1 1 0 0 -1 1. അപ്പോൾ T ഇൻവേഴ്സ് ഓഫ് x1 x2 x3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് ഇങ്ങനെ എലമെൻ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ x1 - x1 പ്ലസ് x2 - x2 പ്ലസ് x3. ഓക്കെ, അപ്പോൾ അതാണ് ഇൻവേഴ്സ് ഓഫ് ദിസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ നോൺ സ്റ്റാൻഡേർഡ് ബേസിസ്. നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബേസിസ് നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആയിരുന്നു. നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ? 1 0 0 0 1 0 0 0 1 ഒക്കെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് ഫോർ R⁻3യുടെ. അപ്പോൾ അങ്ങനത്തെ ഫോർമാറ്റിലല്ലാതെ വരുന്ന ബേസിസ് വന്നാൽ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാമെന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്.
അപ്പോൾ നോക്കൂ, നമുക്ക് ലെറ്റ് വി ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസസ് ആണ്. അതിൻ്റെ ബേസിസ് ആണ് ബിയും ബി ഡാഷും കറസ്പോണ്ടിങ്. ബിയുടെ ബേസിസ് ആണ് ബി, ഡബ്ല്യൂയുടെ വെക്റ്റർ ബേസിസ് ആണ് ബി ഡാഷ്. ബി എന്ന് പറയുന്നത് കുറേ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, ബേസിസിൽ v1 v2 എക്സെട്ര vn വരെ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുകയാണ് v2 w എന്ന്, വെക്റ്റർ സ്പേസ് v എന്ന വെക്റ്റർ സ്പേസ് wയിലോട്ട്. ഇനി ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓവർ b ഡാഷ് എന്ന് പറഞ്ഞാൽ a11 a21 എക്സെട്ര am1 ഒരു കോളം മെട്രിക്സ് കിട്ടും. ഞാൻ ആ ഫസ്റ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ പറഞ്ഞതാണ്, ഓരോ കോളം മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ആ കോളം മെട്രിക്സിനെ നമ്മൾ ഓരോ മെട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, m/n മെട്രിക്സ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അതാണ് ഈ എഴുതിയിരിക്കുന്നത് a11 a21 എക്സെട്ര am1 a12 a22 എക്സെട്ര am2 ലാസ്റ്റ് കോളം a1n a2n എക്സെട്ര am. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് b ഓവർ b ഡാഷ് ഈക്വൽ ടു ഈ മെട്രിക്സ് a ഇൻറ്റു വെക്റ്റർ b ഇൻറ്റു b ആണ് ഫോർ എവരി വെക്റ്റർ ഇൻ b. ഓക്കെ, ഇതാണ് നോൺ സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അതെ, ആ മെട്രിക്സിനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ഓവർ ബി ഡാഷ് കിട്ടും. ഓക്കെ, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ലെറ്റ് ട്രാൻസ്ഫോർമേഷൻ r square to r square be a linear transformation defined by transformation of x1, x2 equal to x1 plus x2, 2x1 minus x2. Find the matrix for t relative to the basis b equal to 1, 2, minus 1, 1 and b dash equal to 1, 0, 0, 1. അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1ഉം ട്രാൻസ്ഫോർമേഷൻ ഓഫ് v2ഉം കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ ഈ ബി ഡാഷിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതും. എന്നിട്ട് ആ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന ആ കോഎഫിഷ്യൻസിൻ്റെ മെട്രിക്സ് ആണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1 ഓവർ ബി ഡാഷ് ആയിട്ട് കിട്ടുക. എന്നിട്ട് അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടും. മെട്രിക്സ് ഫോർ ടി റിലേറ്റീവ് ടു ദ ബേസിസ് കിട്ടും. നോക്കാം, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1, ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1, 2 എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഡിഫൈൻ ചെയ്ത് x1 പ്ലസ് x2 എന്നുള്ള ഡിഫൈൻ ചെയ്യുമ്പോൾ 1 പ്ലസ് 2 3 വരും അല്ലേ. ദെൻ 2x1 മൈനസ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 2 ഇൻറ്റു 1 മൈനസ് 2, 2 മൈനസ് 2 0 വരും. ദെൻ സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v2 മൈനസ് 1 1 കൊടുക്കുമ്പോൾ 0, മൈനസ് 3 വരും. ഇതിനെ നമുക്ക് ബി ഡാഷിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും, 3w1 പ്ലസ് 0w2 വരും. ഇത് 0w1 മൈനസ് 3w2 എന്ന് വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനെ കറസ്പോണ്ടിങ് മെട്രിക്സ് ആയിട്ട് എങ്ങനെ എഴുതാം, ട്രാൻസ്ഫോർമേഷനായിട്ട് എങ്ങനെ എഴുതാം, ബി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് 3, 0, v2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് 0, മൈനസ്. ഇതിൻ്റെ മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതി, ഇത് വെക്റ്റർ നൊട്ടേഷനിൽ എഴുതി. ഇനി അതിനെ മെട്രിക്സ് നമ്മൾ ഈ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ള മെട്രിക്സ് ഫോർ ടി റിലേറ്റീവ് ടു ദ ബേസിസ് ആയിട്ട് എഴുതണമെങ്കിൽ ഈ 3, 0നെ താഴോട്ട് എഴുതുക, 0, മൈനസ് 3നെ താഴോട്ട് ഓരോ കോളായിട്ട് എഴുതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ബൈ യൂസിങ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആൻഡ് ദ മെട്രിക്സ് റിലേറ്റീവ് ടു ബി ആൻഡ് ബി ഡാഷ്. ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ r⁻3 to r⁻3 ആണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തുകൊണ്ട് x പ്ലസ് വൈ പ്ലസ് സെഡ് 2z മൈനസ് എക്സ് 2y മൈനസ് സെഡ് ആണ്. വി എന്ന് പറഞ്ഞാൽ 4 മൈനസ് 5 10 ആണ്. ബേസിസ് തന്നിട്ടുണ്ട്, നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് തന്നിട്ടുള്ളത്. 2 0 1 0 2 1 1 2 1 ബി ഡാഷ് 1 1 1 1 1 0 0 1 1. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡാഷിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് എഴുതാമല്ലോ. ഈ എക്സ് പ്ലസ് വൈ പ്ലസ് 2z മൈനസ് എക്സ് 2y മൈനസ് സെഡ് എന്ന് ആ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എ ഡാഷ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ടി കിട്ടും. ഇനി വി തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കിത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി കിട്ടും അല്ലേ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി യൂസിങ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് അങ്ങനെ കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യൂസിങ് ദ മെട്രിക്സ്, ഈ ബേസിസ് വെച്ചിട്ട് നമുക്ക് ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടുപിടിക്കണം. നോക്കാം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓരോ ബേസിസ് നമ്മൾ കൺസിഡർ ചെയ്യണം. വെക്ടർ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 ബേസിസ് കൊടുത്തില്ല, അപ്പോൾ അതിലെ ഓരോ ബേസിസിനും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുകയാണ്. ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ ആദ്യം ട്രാൻസ്ഫോർമേഷൻ ഓഫ് 2 0 1 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് 3 0 മൈനസ് 1 കിട്ടും. അതിനെ ഞാൻ
ബി ഡാഷിൻ്റെ ബി ഡാഷ് എന്ന് പറഞ്ഞ ബേസിസ് ആണ് 1 1 1 1 1 0 0 1 1. അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അപ്പോൾ ആ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ ആ കോഎഫിഷ്യൻസ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എ ബി സി എന്ന് കൊടുത്തു. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്തിട്ട് ഓരോ കോർഡിനേറ്റും ഇക്വേറ്റ് ഫസ്റ്റ് എലിമെൻറ്റ് ഇതിൽ 3 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. സെക്കൻഡ് എലിമെൻറ്റ് ആഡ് ചെയ്തിട്ട് സെക്കൻഡ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. തേർഡ് എലിമെൻറ്റ് ആഡ് ചെയ്തിട്ട് തേർഡ് എലിമെൻറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ വന്നു. അത് സോൾവ് ചെയ്തിട്ട് എ ബി സിയുടെ വാല്യൂസ് കിട്ടി. അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 2 0 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 × 1 1 1 + 1 × 1 1 0 - 3 × 0 1 1 എന്ന് കിട്ടും. ആക്ച്വലി ഈ 2 1 - 3 എന്താണ്? ആ കോളം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ കോളം വെക്ടറാണ് കിട്ടിയിരിക്കുന്നത്. 2 1 - 3. ഇനി 0 2 1നെ നമ്മളതുപോലെ d × 1 1 1 + e × 1 1 0 + f × 0 1 1 എഴുതാം. ഈ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വാല്യൂസ് കിട്ടും. അപ്പോൾ അതിന് വീണ്ടും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ ഈ കിട്ടിയ വാല്യൂസിലെ 4 -1 1 -1 അതാണ് നമ്മൾ ആ മെട്രിക്സിലെ അടുത്ത സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ് ആയിട്ട് എഴുതുക. ഇനി അടുത്ത എലമെൻറ്റ് അതാണ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത എലമെൻറ്റ് നോക്കൂ. T2 ട്രാൻസ്ഫോം ഓഫ് 1 to 1നെ നമ്മൾ 4 1 3 എന്ന് ഇതിലെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 4 1 3 കിട്ടും. അതിനെ ഞാൻ ലീനിയർ കോമ്പിനേഷൻ സെക്കൻഡ് ബേസിസിൽ ബി ഡാഷ് ബേസിസിലെ എലമെൻറ്റിൻ്റെ ഇതായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അത് ഇക്വേഷൻ മൂന്ന് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ മെട്രിക്സിനെ നമുക്ക് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ ബേസിസിൻ്റെ ബി ഡാഷിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്ന ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയ ആ കോഎഫിഷ്യൻസ് ഒക്കെ കോളം വെക്ടറായിട്ട് എഴുതിയപ്പോൾ ബിന്ന് ബി ഡാഷിലോട്ട് ബിയും ബി ഡാഷും കൂടി ഉള്ള മെട്രിക്സ് ഫോർ ടി കിട്ടും. റിലേറ്റീവ് ടു ബി ആൻഡ് ബി ഡാഷ് മെട്രിക്സ് ഫോർ ടി റിലേറ്റീവ് ടു ബി ആൻഡ് ബി ഡാഷ് ആണ് ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ്. നമുക്ക് തന്നിട്ടുണ്ട് വി എന്നുള്ള വെക്ടർ വി എന്ന് പറയുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ 4 - 5 10 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ തന്നിരിക്കുന്ന ബിയിലെ ബേസിസിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അപ്പോൾ അതുപോലെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം ക്യൂ പിക്കൊക്കെ വാല്യൂസ് കിട്ടും. അത് 25/2 37/2 -21 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോഎഫിഷ്യൻ മെട്രിക്സ് കിട്ടിയില്ലേ, എ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് മെട്രിക്സ് കിട്ടിയില്ലേ, ആ മെട്രിക്സും ഇപ്പോൾ കിട്ടിയ വെക്ടറും കൂടി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആയിട്ട് ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി കിട്ടാൻ എന്ത് വേണം? ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ് നമുക്ക് കിട്ടി. അതിന് സ്റ്റാൻഡേർഡ് ഇതായിട്ട് നമ്മൾ ഫസ്റ്റ് കിട്ടിയില്ലേ 1 1 1 1 1 0 0 1 1 അതിലെ എലമെൻ്റ് ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ കിട്ടി 9 16 -20. ഓക്കെ, അപ്പോൾ ഇതിലെ സ്റ്റെപ്പുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതും. ഫസ്റ്റത്തെ എളുപ്പമാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ളത്. അടുത്തത് വഴി കണ്ടുപിടിക്കാനുള്ള ട്രാൻസ്ഫോർമേഷൻ എളുപ്പമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ദ മെട്രിക്സ് റിലേറ്റീവ് ടു ബി ആൻഡ് ബി ഡാഷ് കണ്ടുപിടിക്കാൻ 2 ബേസിസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബേസിസ് കൺസിഡർ ചെയ്തു. ആ ബേസിസിനെ സെക്കൻഡ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. ആ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ അങ്ങനെ മൂന്ന് വെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ ബിയിൽ. ആ 3 വെക്ടേഴ്സിനും കറസ്പോണ്ടിങ് 3 ബേസിസും ഉണ്ട്, ബി ഡാഷിലെ എലമെൻ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിട്ട് ആ കിട്ടുന്ന കോഎഫിഷ്യൻസിനെ മെട്രിക്സ് ആയിട്ട് എഴുതിയതാണ് ഈ കാണുന്ന 2 4 6 1 -1 -2 -3 -1 -3 എന്നുള്ളത്. അത് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ബി എന്ന് പറയുന്ന ബേസിസിനെ നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഉണ്ടല്ലോ, ആ വെക്ടർ തന്നിട്ടുണ്ട് 4 - 5 10. ആ 4 - 5 10 എന്ന് പറഞ്ഞാൽ ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് ബി എന്ന് പറയുന്ന ബേസിസിൻ്റെ. അതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ കിട്ടിയ വാല്യൂസാണ് 25/2 37/2 -21. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ടു ദ റിലേറ്റീവ് ടു ബി ഡാഷ് കിട്ടും. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിലെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആയിട്ട് ഈ വെക്ടർ ആഡ് ചെയ്യുക. -27 ഫസ്റ്റത്തെ 1 1 1 +36 1 1 0 +7 0 1 1. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി. ഈ റിസൾട്ടും ഫസ്റ്റ് കേസിൽ കിട്ടിയ റിസൾട്ടും സെയിം ആണ്. അപ്പോൾ ആൻസർ കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് ഇത്തിരി ലെങ്തിയാണ്. ഓക്കെ.
അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്സിലൂടെ എന്തൊക്കെയാണ് കവർ ചെയ്തത്? ലീനിയർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ, മെട്രിസസ് ഫോർ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. പിന്നെ കോമ്പോസിഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ദെൻ ഇൻവേഴ്സ് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? നമ്മുടെ നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുവഴി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു രണ്ട് പ്രോബ്ലമാണ് നമ്മളതിൻ്റെ ചെയ്തത്. ഓക്കെ, അതിൽ ലാസ്റ്റ് പ്രോബ്ലം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, അത് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.